أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തജ്വീദിൻ്റെ ഈ ഭാഗത്തിൽ നൂൻ സാക്കിൻ്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. നൂൻ സാക്കിൻ്റെ അതേ നിയമം തന്നെയാണ് തൻവീന് വരുമ്പോഴും. കാരണം സുക്കൂനുള്ള നൂനാണെങ്കിലും തൻവീനാണെങ്കിലും അതിൻ്റെ അവസാനം സുക്കൂനുള്ള നൂന് തന്നെയാണ് ഉച്ചാരണത്തിൽ വരുന്നത്. ഇതിൽ കാണിക്കുന്ന ഓരോ വാക്കുകളും അത് ഒരു പേപ്പറിൽ എഴുതുകയും എന്നിട്ട് അത് ഏത് രീതിയിലാണ് ഉച്ചരിക്കേണ്ടത് എന്ന് അത് നോക്കി ഓരോ അക്ഷരം പറഞ്ഞുകൊണ്ട് അത് വായിക്കുകയും ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, ആദ്യത്തെ അക്ഷരം അലിഫാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം അലിഫ് വരുമ്പോൾ എങ്ങനെ ഉച്ചരിക്കണം? ഇവിടെ എഴുതിയത് മിൻ അബ്സ്വാരിഹിം എന്നാണ്. അത് വായിക്കേണ്ടത് വ്യക്തമാക്കി മിൻ അബ്സ്വാരിഹിം എന്ന് തന്നെയാണ്. കാരണം അത് ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് അലിഫ്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമാക്കി പറയണം. അടുത്ത അക്ഷരം ബാ. ഇത് വരുമ്പോൾ എഴുതിയത് മിൻ ബഅദി എന്നാണ്. അത് വായിക്കുമ്പം നൂനിനെ മീമാക്കി മിൻ ബഅദി എന്ന് വായിക്കണം. അടുത്ത അക്ഷരം താ. എഴുതിയത് മിൻ തഹ്തിഹ എന്നാണ്. ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം നൂനിനെ വ്യക്തമാക്കാതെ മണിച്ചാണ് വായിക്കേണ്ടത്. മിൻ തഹ്തിഹ. അടുത്ത അക്ഷരം സ. ഇതും നേരത്തെ വായിച്ചതുപോലെ നൂനിനെ വ്യക്തമാക്കാതെ മണിച്ചാണ് ഉച്ചരിക്കേണ്ടത്. അടുത്ത ഇവിടെ എഴുതിയിട്ടുള്ളത് അടുത്ത അക്ഷരം ജീം. എഴുതിയത് മിൻ ജഹന്നമു. അവിടെ ജീമും നമുക്കറിയാം വ്യക്തമാക്കാതെ മണിച്ച് ഓതേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. മിൻ ജഹന്നമു. അടുത്ത അക്ഷരം ഹ. ഇത് മിൻ ഹസദ് എന്നാണ് എഴുതിയത്. അത് വായിക്കുമ്പോഴും വ്യക്തമാക്കി തന്നെ പറയണം. ഹൽക്കിൻ്റെ അക്ഷരമാണ് ഹ. മിൻ ഹസദ്. അടുത്ത അക്ഷരം ഖ ആണ്. എഴുതിയത് മിൻ ഖാലിദൂൻ. ഇത് വായിക്കേണ്ടതും അതുപോലെ തന്നെയാണ്. കാരണം നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഖ ഹൽക്കിൻ്റെ അക്ഷരമാണ്. അടുത്ത അക്ഷരം ദാൽ. എഴുതിയത് മിൻ ദൂനില്ലാ. അത് വായിക്കുമ്പോൾ നൂനിനെ വ്യക്തമാക്കാതെ മണിച്ചു ഓതണം. അതായത് ഇഖ്ഫാവിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. 15 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു, അതിൽ പെട്ടതാണ്. അപ്പോൾ ഓതുമ്പോൾ മിൻ ദൂനില്ലാ. ഇവിടെ അടുത്ത അക്ഷരം ദാൽ. എഴുതിയത് മിൻ ദിഖ്റ എന്നാണ്. അപ്പോൾ ഇത് വ്യക്തമാക്കാതെ മണിച്ചാണ് ഓതേണ്ടത്. മിൻ ദിഖ്റ. അടുത്ത അക്ഷരം റ. എഴുതിയത് മിൻ റബ്ബിഹിം. ലാമ് റ വരികയാണെങ്കിൽ നമുക്കറിയാം അതിനെ ഇരട്ടിച്ച് മണിക്കാതെയാണ് ഉച്ചരിക്കേണ്ടത്. നൂൻ ഉച്ചരിക്കുന്നതല്ല. മിർ റബ്ബിഹിം എന്നാണ് ഉച്ചരിക്കേണ്ടത്. അടുത്ത അക്ഷരം സ. എഴുതിയത് മൻ സക്കാഹ. ഇത് വായിക്കേണ്ടത് വ്യക്തമാക്കാതെ മണിച്ചാണ് ഓതേണ്ടത്. മൻ സക്കാഹ. അടുത്ത അക്ഷരം സീൻ. എഴുതിയത് മിൻ സിജ്ജീൽ. വായിക്കേണ്ടത് മിൻ സിജ്ജീൽ. അടുത്ത അക്ഷരം ഷീൻ. എഴുതിയത് മിൻ ശർരി മാ ഖലഖ്. ഇത് വായിക്കേണ്ടത് മിൻ ശർരി മാ ഖലഖ്. നൂനിനെ വ്യക്തമാക്കാതെ മണിച്ചോതുക. അടുത്ത അക്ഷരം സ്വാദ്. എഴുതിയത് അൻ സ്വലാത്തിഹിം. വായിക്കേണ്ടത് അൻ സ്വലാത്തിഹിം. പകുതി അക്ഷരങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ബാക്കി അടുത്ത ഭാഗത്തിൽ ഇൻഷാ അല്ലാഹ്.